ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ചെയ്യാണ്. മേ ബി എൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നതിലൊന്നായിരിക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങളോട് ആദ്യമേ തന്നെ പറയാൻ വേണ്ടി വന്ന ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റോറിയാണ്. എൻ്റെ ഡിപ്രഷൻ സ്റ്റോറി ഒരു ഇത്തിരി വലിയ സ്റ്റോറിയാണ്. അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അത് പറയുന്നില്ല. എൻ്റെ ഡിപ്രഷൻ സ്റ്റോറി നമുക്ക് പിന്നെ ഒരു ദിവസം ചർച്ച ചെയ്യാം. അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് കണ്ടില്ല എങ്കിലും അത്യാവശ്യം നല്ല സ്ട്രഗിൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ആസ്പെക്റ്റിലും അങ്ങനെ ഒരു സ്ട്രഗിൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്ലാരിറ്റി ഇല്ല, ആക്ച്വലി രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കാണാമോ? എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിവാഹത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മാരേജിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിഞ്ഞുകൂടാ നിങ്ങളിൽ ആരെങ്കിലും എന്നെ അന്വേഷിച്ചിട്ടുണ്ടോയെന്നോ. ഞാൻ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഹൈഡ് ചെയ്ത് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കുറച്ച് കാരണം കൊണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് വേണമെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നും തന്നെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മുഖം പോലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പറയുന്നു, ഇതൊന്നും ഞാൻ ഒരിടത്തും തരില്ല. നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ, നിങ്ങൾ എന്നെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അപ്രോച്ച് ചെയ്യാം. എൻ്റെ പേരൻസിനോട് സംസാരിക്കാം. നിങ്ങൾ ആര് വന്നാലും കല്യാണം കഴിക്കുമെന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഡിപ്രഷൻ സ്റ്റോറിയും എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം, ഞാൻ ഒരു ഹീലർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു NGO അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്കും കുട്ടികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആവാനും അങ്ങനെയുള്ള ഒരു സ്ഥാപനം തുടങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. അതുപോലെ എനിക്ക് എൻ്റേതായ രീതിയുണ്ട്. ഒരു വ്യക്തി ഇപ്പം നമുക്ക് ഹിന്ദുസിനാണെങ്കിൽ ജാതകം നോക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും ഇത് ഞാൻ നോക്കിയതിന് ശേഷം മാത്രമേ, അതാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഞാൻ വെച്ച് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുക. പക്ഷേ ചിങ്ങം 1 ഉണ്ടല്ലോ, ഈ വർഷം 2026, ഇന്ന് ഓഗസ്റ്റ് 5 ചിങ്ങം 1 തീയതി തൊട്ട്, അതായത് ഈ ഓഗസ്റ്റ് എൻഡ് ആവുമ്പോൾ ചിങ്ങം തുടങ്ങും. ഈ ഓഗസ്റ്റ് എൻഡ് തൊട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 2 മാസമാണ് നിങ്ങൾക്ക് എന്നെ വന്ന് അപ്രോച്ച് ചെയ്യാനുള്ള സമയം. ഈ ഒക്ടോബർ കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 2 മാസത്തിനുള്ളിൽ ആർക്കെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം. ഞാനുമായിട്ട് സംസാരിച്ച് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലെത്താം. എനിക്ക് നിങ്ങളിൽ ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് എനിക്ക് മനസ്സിലായി. ഏത് രീതിയിലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യുന്നത്, 2 കാരണം കൊണ്ടാണ്. ഒന്ന്, എനിക്കങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഒന്നിലധികം പേരങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്തായാലും ഒരാളല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ വ്യക്തിയുടെ ടൈം വേസ്റ്റായി പോവും.
അയാൾ ഇതിൻ്റെ പിറകെ നടക്കുക, ഫ്രസ്ട്രേറ്റഡ് ആകുക, പിന്നെ വിഷമിക്കുക, ഞാനൊരു ചതിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കരിയർ ആയിക്കോട്ടെ, എൻ്റെ ലൈഫ് ആയിക്കോട്ടെ, എൻ്റെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇനി NGO അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഞാൻ പറഞ്ഞ പോലെ തുടങ്ങുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ, അത് സ്ഥാപനമായിട്ട് തുടങ്ങിയില്ലെങ്കിൽ പോലും അവർക്കായിട്ട് എന്തെങ്കിലും ഈ മന്ദബുദ്ധി അങ്ങനെ ഉണ്ടല്ലോ, മന്ദബുദ്ധി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ശരിക്കും ഈ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള രോഗപ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നടത്തണമെങ്കിൽ എനിക്ക് ക്ലിയർ മൈൻഡോടുകൂടി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ വരിക, സംസാരിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഫാമിലിയായിട്ട് സംസാരിക്കാം, ഇല്ലെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ദയവ് ചെയ്ത് ഒരാളെ പിറകെ നടന്ന്, ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയതാണ്, പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. ദയവ് ചെയ്ത് ആരെയും പിറകെ നടന്ന് സമയം കളയരുത്. എന്താ പറയുക, ഒരാൾക്ക് ഒരാളെ വിധിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ പിറകെ നടന്ന് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കും. വെറുതെ ദയവ് ചെയ്ത് സമയം കളയരുത്. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ 2026 സെപ്റ്റംബർ ഒക്ടോബർ ഈ 2 മാസത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണുക, എൻ്റെ വീട്ടുകാരെ കാണുക, അച്ഛനും അമ്മയും കണ്ട് സംസാരിക്കുക. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയി നല്ല ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. അതല്ലാതെ ഒരാളുടെ പിറകെ തന്നെ നടക്കുന്നത് ഒരാവശ്യമില്ലാത്ത പരിപാടിയാണ്. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. നോട്ട് അറ്റ് ഓൾ റെഡി, ഞാൻ റെഡി അല്ല. പക്ഷേ ഇങ്ങനെ എൻ്റെ പിറകെ ആരും നടക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് എനിക്കിങ്ങനെ പറയാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ നമുക്കൊന്നീ നേരിട്ട് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോയോട് കൂടി എല്ലാ അങ്ങനെ പിറകെ നടക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്തിക്കൊള്ളുക. അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നമുക്കത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് ജാതകം നോക്കുകയോ കല്യാണം ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഈ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല, എന്നെക്കൊണ്ട് പറ്റുന്നത് ഇതാണ്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതിന് പരിധിയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. വളരെ ഡിപ്രഷനും കരിയറായിട്ട് കൺഫ്യൂഷനും ഗവൺമെൻറ് ജോലി വേണോ ഹീലറായിട്ട് മുന്നോട്ട് പോകണോ അങ്ങനെയൊക്കെയുള്ള വളരെയധികം കൺഫ്യൂഷനിലൂടെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ ചാനലിലെ ഏറ്റവും ലാസ്റ്റ് വീഡിയോസിലൊന്നായിരിക്കും. ഇതാർക്കെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോറി. എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല ഭാഷയിൽ ഞാനിത് മനസ്സിലാക്കി തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. 2 മാസമാണ് നിങ്ങൾക്ക് സമയം, സെപ്റ്റംബർ ഒക്ടോബർ. ഇതിനുള്ളിൽ ഓഗസ്റ്റ് ലാസ്റ്റ് തൊട്ട്, അതായത് ഓഗസ്റ്റ് ഒരു 25-ാം തീയതി തൊട്ട് സെപ്റ്റംബർ ഒക്ടോബർ ഫുള്ള്, ഇതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും വന്ന് സംസാരിക്കുകയുണ്ടെങ്കിൽ സംസാരിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിട്ടേക്കുക. ഈ വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അത്രയേ ഉള്ളൂ. ബൈ.